മാധുര്യമേറിയ ദൈവത്തിരുനാമത്തിന്റെ മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം 128 സങ്കീർത്തനം അതിന്റെ 2 വാക്യം. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണല്ലേ ഇത്. ദൈവം ഏതൊരു മനുഷ്യനെ കുറിച്ചും ആഗ്രഹിക്കുന്നത് അവൻ ഊർജ്ജസ്വലതയോടെ അധ്വാനിക്കുന്നവരായിരിക്കുവാനാണ്, എഫർട്സ് ഇടുവാനാണ്, ഹാർഡ് വർക്ക് ചെയ്യാനാണ്. ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ തോട്ടം കാക്കുവാനും തോട്ടത്തിൽ വേല ചെയ്യുവാനും ആക്കി വെച്ചു. അല്ലാതെ ചുമ്മാതെ മടി പിടിച്ചിരിക്കാനല്ല ദൈവം ആദാമിനെ കുറിച്ചും ആഗ്രഹിച്ചത്. നമ്മളെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, അധ്വാനിക്കുന്നവരായിരിക്കണം. അധ്വാനിക്കുന്നവനെ വിജയം ഉണ്ടാകത്തുള്ളൂ. എന്നാൽ അധ്വാനിക്കാത്തവരുമുണ്ട്. അങ്ങനെയുള്ളവർക്ക് വിജയം ഉണ്ടാകത്തില്ല. ആജീവനാന്തം ആരെയെങ്കിലും ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയേണ്ടി വരും. അത് ദാരുണമായ അവസ്ഥയാണെന്ന് മനസ്സിലാക്കണം. എന്നാൽ മറ്റു ചിലരായിക്കോട്ടെ, അവർ അധ്വാനിക്കുന്നുണ്ട്, എഫേർട്സ് ഇടുന്നുണ്ട്. ഒരു മാസം അധികം സമയം എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്, എക്സ്ട്രാ ടൈം, ഓവർ ടൈം ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്, ഹെവി വർക്കുകൾ ചെയ്യുന്നുണ്ട്, ഒത്തിരി ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്, ഒത്തിരി മൾട്ടി ജോലികൾ ചെയ്യുന്നുണ്ട് അവർ. എന്നാൽ ഒടുവിൽ ഓട്ടക്കീശയിൽ പൈസ ഇടുന്നത് പോലെ കൈകളിൽ ഒന്നും ലഭിക്കുന്നില്ല. ഒരു പക്ഷേ ഹോസ്പിറ്റലുകളായിരിക്കാം അവരുടെ സമ്പത്ത് കൊണ്ടുപോകുന്നത്, മെഡിക്കൽ സ്റ്റോറുകളിലായിരിക്കാം അവരുടെ പൈസ ഒഴുകിപ്പോകുന്നത്, കടക്കാരുടെ കയ്യിലായിരിക്കും അവരുടെ പൈസ പോകുന്നത്. അങ്ങനെ മറ്റ് പല മേഖലകളിലൂടെ പൈസ ഒഴുകി പോകുന്നുണ്ടായിരിക്കാം. അപ്പോൾ കൈകളുടെ അധ്വാന ഫലം തിന്നാൻ കഴിയാത്ത അവസ്ഥയിൽ ആയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ നിങ്ങൾക്ക് പ്രത്യാശ നൽകുന്ന, ആശ്വാസം നൽകുന്ന നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് തന്നെ തിന്നാൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു വലിയ അനുഗ്രഹം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. 1 വാക്യം ഞാൻ വായിക്കുന്നു. യഹോവയെ ഭയപ്പെട്ട അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. എന്തുകൊണ്ടാണ് നമ്മുടെ കൈകളുടെ അധ്വാന ഫലം നമുക്ക് തിന്നുവാൻ കഴിയാത്തത്? ദൈവത്തിന്റെ വഴികളിൽ നമ്മൾ നടക്കുന്നില്ല, ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ ദൈവത്തിന്റെ വഴികളിൽ നടന്നുകൊണ്ട്, ദൈവത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട്, പ്രയോറിറ്റി നൽകിക്കൊണ്ട് നാം ചെയ്യുന്ന ചെറിയ ജോലിയായിക്കോട്ടെ, വലിയ ജോലിയായിക്കോട്ടെ, നമ്മുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും, നമ്മുടെ ഓരോ കാര്യങ്ങളും, ബിസിനസ് ആയിക്കോട്ടെ, നമ്മുടെ പുതിയ സ്റ്റാർട്ടപ്പുകൾ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മുടെ ഓരോ ദിവസവും നാം ജോലിക്ക് പോകുമ്പോൾ, ഓരോ ദിവസവും നാം എടുക്കുന്ന എഫേർട്സുകൾ അത് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ചെയ്താൽ, നേർവഴിയിൽ നമ്മുടെ ഇടപാടുകളായാൽ തീർച്ചയായും നമ്മുടെ അധ്വാന ഫലങ്ങൾ നമുക്ക് തന്നെ തിന്നുവാൻ കഴിയും. അത് മറ്റാരും കൊണ്ടുപോകത്തില്ല എന്ന് ഞാൻ ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. നിങ്ങളുടെ ജീവിതം ധന്യമായി തീരട്ടെ. മേ ഗോഡ് ബ്ലെസ്.